നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് പിണറായി വിജയൻ ഡൽഹിയിലെത്തിയത്. ഗഡ്കരിയുമായി, അതായത് ഗതാഗത വകുപ്പ് മന്ത്രി, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയ നമ്മുടെ ഗഡ്കരിയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിനാണ് പോയത്. ആരാണ് ഗഡ്കരി, ആരാണ് പിണറായി വിജയൻ? ഗഡ്കരി നേരത്തെ കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെ കൂടെ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം ഇവിടെ വരുന്നു, ഇവിടെ സമ്മാനിക്കുന്നു, അദ്ദേഹത്തിന് പ്രത്യേക സമ്മാനങ്ങൾ കൊടുക്കുന്നു. തിരിച്ച് ഗഡ്കരിയുടെ വീട്ടിൽ ഡൽഹിയിൽ ചെല്ലുമ്പോൾ പിണറായി വിജയൻ ഗഡ്കരിയുടെ വീട്ടിൽ ചെല്ലുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം താമസിക്കുന്നു. അതേപോലെ മഹാരാഷ്ട്രയിലുള്ള ഗഡ്കരിയുടെ വീട്ടിൽ പോയി പിണറായി വിജയൻ കുടുംബവും താമസിക്കുന്നു. എന്താണ് ഇവർ തമ്മിൽ എന്തിനാണ് ഇത്രയും അടുത്ത ബന്ധം? കേരളത്തിൻ്റെ ദേശീയ പാതാ വികസനവുമായിട്ടുള്ള സംഭവം മാത്രമല്ല, അതിൽ ഉണ്ടായിട്ടുള്ള കച്ചവടം കൂടി ഉറപ്പിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ളത് എന്നത് മാത്രമാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്? അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ലാവ്ലിംഗ് കേസ് എന്താണ് 8 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ കിടന്ന് കളിക്കുന്നത്? അത് കിടന്ന് കളിക്കുന്നത് തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽ ഓരോ തവണയും ഞങ്ങൾക്ക് സമയമില്ല, മാറ്റിവെക്കണമെന്ന് കരഞ്ഞ് പറയുന്നതുകൊണ്ടാണ്. ഈ ലാവ്ലിംഗ് കേസ് പുറത്ത് കൊണ്ടുവന്ന് ജീവൻ പണയം വെച്ച് കൊണ്ടുവന്ന ഞാൻ ഈ BJP നേതാക്കന്മാരെയും ബന്ധപ്പെട്ടിരുന്നു, മുരളീധരനുമായിട്ടും കെ സുരേന്ദ്രനുമായിട്ടും. പിന്നീട് അവരെന്നെ വിളിച്ചിട്ടേയില്ല. കാരണം അവർക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു കേസാണ് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിംഗ് കേസ്. പക്ഷേ അവർ ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടില്ല. കാരണം ഗഡ്കരി അവിടെ കച്ചവടം ചെയ്തതോട് കൂടിയിട്ട് പിണറായി വിജയന് മധ്യസ്ഥനായിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി കച്ചവടം ചെയ്തതോടുകൂടി ഈ പറയുന്ന ലാവ്ലിംഗ് കേസ് ഔട്ട്. സുപ്രീം കോടതിയിൽ ചരിത്രത്തിലുണ്ടായിണ്ടാവില്ല ഇത്രയും വർഷം നീണ്ടുപോയ ഒരു കേസ് 72 73 തവണയായി മാറ്റിവെക്കുന്നു. ഏതെങ്കിലും സാധാരണക്കാരൻ്റെ ഒരു കേസാണെങ്കിൽ എന്നോ എടുത്തുണ്ടാവില്ലേ? ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ അപ്പോൾ എടുക്കണമെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് തന്നെയുണ്ട്. ആ ഉത്തരവൊക്കെ ലംഘിച്ചുകൊണ്ടാണ്, ഡിസിഷനൊക്കെ ലംഘിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുന്നത്. അതുമാത്രമാണോ? നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, പിന്നെയോ ലൈഫ് മിഷൻ തട്ടിപ്പ്. ഇപ്പോൾ അവസാനം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് മാസപ്പടി വിവാദം. മാസപ്പടി വിവാദത്തിൽ മകളെ പ്രതിയാക്കിയത് SFIO ആണ്. എന്നാൽ CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ അകത്താണ്. പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപയാണ് അതിലുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ കേസുകളിലെല്ലാം പിണറായി വിജയനെ സംരക്ഷിക്കുക മാത്രമല്ല, പിണറായി വിജയൻ്റെ ഒരു കമ്മീഷൻ കൊടുത്ത് ഉറപ്പിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ദേശീയപാത അവർ കച്ചവടമാക്കിയപ്പോൾ, അതായത് കമ്മീഷൻ ആവശ്യത്തിലധികം അടിച്ചു മാറ്റിയപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർമാർ സിമെൻറ്റിന് പകരം മണ്ണും കല്ലിന് പകരം ഒന്നിനും കൊള്ളാത്ത വസ്തുക്കളും ഒക്കെ ചേർത്ത് ബെൽറ്റൊന്നും ഇടാതെ, സിമെൻറ്റിൻ്റെ ബെൽറ്റൊന്നും ഇടാതെ അവസാനം അവർ റോഡ് നിർമ്മിച്ചപ്പോൾ ഒരൊറ്റ മഴയ്ക്ക് എല്ലാ സ്ഥലത്തും തകർന്നടിഞ്ഞ് വീണു. ഭാഗ്യത്തിന് ആരും മരിച്ചില്ല. ഒരു സ്ഥലത്ത് വാഹനത്തിന് മുകളിലേക്ക് വീണു എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇനി ഈ റോഡിലൂടെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡിലൂടെ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സമയത്താണ് ഇത് വലിയ കുഴിയും ഗർത്തങ്ങളും ഉണ്ടാവുക, താഴേക്ക് പതിക്കുക എന്നറിയില്ല. അത്രയും അപകടകരമായ ഒരു ദേശീയപാതയായി മാറ്റിയിരിക്കുന്നു. ഇതിലൂടെ ഉണ്ടായിട്ടുള്ള അഴിമതി നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഇതിൽ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള റേഷ്യോ ആണ് ഈ കേസിലുള്ളത്. ഇതിലെല്ലാം തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് ഗഡ്കരി. നമുക്കറിയാം കേരളത്തിലെ ഈ പദ്ധതി കാരണം ഉണ്ടായിട്ടുള്ള നേട്ടന്മാർക്കാണ് പിണറായി വിജയനും അതേപോലെ ഗഡ്കരിക്കുമാണ്. പിണറായി വിജയൻ്റെ എല്ലാ കേസുകളും അങ്ങനെ അട്ടിമറിച്ച് നിൽക്കുന്നു. അതേപോലെ ഇപ്പുറത്ത് ഇതിൻ്റെ കമ്മീഷനും കിട്ടുന്നു. ഇപ്പോൾ അവർ തമ്മിലുള്ള ധാരണ എന്താണ്? പിണറായി വിജയൻ ഇപ്പോൾ ഡൽഹി പോയത് എന്തിനാണ്? ഇപ്പോൾ ഈ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും എടുക്കാനും, അത് കരുവണ്ണൂർ ബാങ്ക് പോലെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിലുള്ള പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോൺ ജോർജിനെ പോലെ ശക്തരായ ആളുകൾ രംഗത്തിറങ്ങുകയും കേസ് ഫയൽ ചെയ്യുകയും ചെയ്തതോടെ BJPക്ക് മറ്റൊരു രക്ഷയില്ലാതായി. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ ഗഡ്കരിയോട് ഓഫർ ചെയ്തിരിക്കുന്നത് 15 സീറ്റിൽ ഞങ്ങൾ BJP അടുത്ത തവണ വിജയിപ്പിച്ചു തരാം, 15 അല്ലാൽ കൂടുതൽ വേണം വിജയിപ്പിച്ചു തരാം, ഞാൻ വീണ്ടും അധികാരത്തിൽ വരണം, അതേപോലെ ഈ കേസുകളൊന്നും ഉണ്ടാവരുത് എന്നുള്ള കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്. ഇത് ഗഡ്കരിയുമായി വെച്ച് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയോടും അതേപോലെ നമ്മുടെ അമിത്ഷായോടും പറഞ്ഞ് ഈ കാര്യം സെറ്റിൽ ചെയ്യാനുള്ള ഒരു മധ്യസ്ഥ ചർച്ചയാണ് ഇന്ന് പിണറായി വിജയനും ഗഡ്കരിയും തമ്മിൽ നടന്നിട്ടുള്ളത്. നമ്മളെ ദേശീയപാത
മായി ബന്ധപ്പെട്ടും അതേപോലെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുമുള്ള ചർച്ചയ്ക്കാണ് ചെന്നത് എന്നുള്ള വലിയ തോതിലുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നതെങ്കിലും യഥാർത്ഥ രഹസ്യം പിണറായി വിജയൻ ഇപ്പോൾ 15 സീറ്റിൽ BJPയെ വിജയിപ്പിക്കാം, അടുത്ത തവണ നമുക്ക് പരസ്പരം ധാരണയുമാണ്, നിങ്ങളെ വോട്ട് ബാക്കി 135 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യണം, 15 മണ്ഡലങ്ങളിൽ ഞങ്ങളിത് വിജയിപ്പിച്ചു തരും, അല്ലെങ്കിൽ 30 മണ്ഡലങ്ങളായാലും കുഴപ്പമില്ല, ഞങ്ങൾ 110 മണ്ഡലങ്ങളിൽ ഞങ്ങളെ വിജയിപ്പിക്കാനുള്ള വോട്ട് ചെയ്യണം എന്നുള്ള രഹസ്യ ധാരണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഗഡ്കരിയെ കണ്ടത്. വേറെ ഒരു മണ്ണാങ്കട്ടിക്കുമല്ല എന്നുള്ള വിവരമാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത്. മാത്രമല്ല നിലമ്പൂരിലെ ഇലക്ഷനിൽ ഇത്തവണ BJPക്ക് യാതൊരു വിജയസാധ്യതയുമില്ല. ഇത്തവണ LDF അനുകൂലമായി, സ്വരാജിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കൂടിയ കാര്യമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അംഗീകരിക്കാനാണ് സാധ്യത. ഗഡ്കരി ഇടപെട്ട് പിണറായി വിജയൻ്റെ എല്ലാ കേസുകളും അട്ടിമറിക്കുന്നതോടൊപ്പം അടുത്ത തവണത്തെ ഇലക്ഷനിൽ 15-30 സീറ്റുകളിൽ BJPയെ വിജയിപ്പിക്കാനുള്ള ധാരണയാകും. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ BJP വോട്ട് CPMന് അനുകൂലമായി ചെയ്യും. ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ധാരണ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടും. കിട്ടുന്നവ മറക്ക് ചെയ്യാൻ പുതിയ വീഡിയോയിലൂടെ കാര്യങ്ങൾ പുറത്തുവിടുന്നതാണ്. നന്ദി, നമസ്കാരം.